നമസ്കാരം, ഞാൻ ഡോക്ടർ ആഷ്ലി ജോർജൻ ജോൺസൺ, കൺസൾട്ടൻറ്റ് മെഡിക്കൽ ഗ്യാസ്ട്രോൻട്രോളജി, സഞ്ജീവനി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഫാറ്റി ലിവർ എന്ന രോഗത്തെക്കുറിച്ചാണ്. എന്താണ് ഈ ഫാറ്റി ലിവർ? സിമ്പിൾ ടേംസിൽ പറഞ്ഞാൽ ലിവറിൻ്റെ അകത്ത് കൊഴുപ്പ് കയറുന്നതാണ് ഈ പറഞ്ഞ ഫാറ്റി ലിവർ. ഫാറ്റി ലിവർ വരുന്ന കാരണങ്ങൾ, ആദ്യത്തെ കാരണം മദ്യമാണ്. രണ്ടാമത്തെ കാര്യങ്ങൾ മെറ്റബോളിക് സിൻഡ്രോം എന്ന് പറയുന്ന ലിവറിൻ്റെ അകത്ത് കൊഴുപ്പ് കാരണം കയറുന്ന ഒരു കാരണമാണ് മെറ്റബോളിക് സിൻഡ്രോം. മറ്റ് കാരണങ്ങൾ ചില ലിവറിനെ അറ്റാക്ക് ചെയ്യുന്ന ചില വൈറസുകൾ, ഹെപ്പറ്റൈറ്റിസ് ബി, ഹെപ്പറ്റൈറ്റിസ് സി എന്ന വൈറസുകൾ, അഥവാ ചില ആൾക്കാരിൽ പാരമ്പര്യമായി ഫാറ്റി ലിവർ കാണുന്നതാണ്. എന്തുകൊണ്ടാണ് ഫാറ്റി ലിവർ ഒരു പ്രശ്നമായി മാറിയത്? ഈ ഫാറ്റി ലിവർ ഒരു 10-15 വർഷം കഴിഞ്ഞ് ലിവർ സിറോസിസ് എന്ന അവസ്ഥയിലേക്ക് എത്തുന്നു. ലിവർ സിറോസിസ് എന്ന് വിചാരിച്ചാൽ ലിവർ പെർമനൻ്റായി ഡാമേജ് ചെയ്യുന്നുള്ള അർത്ഥമാണ്. ലിവർ സിറോസിസ് ഒരു ഭയാനകമായ കണ്ടീഷനാണ്. ചോര ഛർദ്ദിക്കുക, വയറിൻ്റെ അകത്ത് വെള്ളം കയറുക, കാലിൽ നീര് വരിക, തലച്ചോറ് ബാധിക്കുക എന്ന അവസ്ഥയിലേക്ക് എത്തുന്നു. ലിവർ സിറോസിസ് ഒരിക്കൽ എത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ പെർമനൻറ്റ് ട്രീറ്റ്മെൻറ്റ് വേണമെങ്കിൽ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ, അല്ലെങ്കിൽ പുതിയൊരു ലിവർ കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്യാനുള്ള വേറെ ട്രീറ്റ്മെൻറ്റുകൾ ഇല്ല. ബേസിക്കലി ലിവറിൻ്റെ അകത്ത് കൊഴുപ്പ് കയറിയ ബാക്കി അവയവങ്ങൾ കൊഴുപ്പ് കയറാനുള്ള റിസ്ക് കൂടുതലാണ്. പ്രത്യേകിച്ച് ഹാർട്ടിൻ്റെ അകത്ത് കൊഴുപ്പ് കയറി കഴിഞ്ഞാൽ MI, ഹാർട്ട് അറ്റാക്ക്, സഡൻ കാർഡിയക് അറസ്റ്റ് വരെയുള്ള റിസ്കുകൾ കൂടുന്നു. തലച്ചോറിൽ കൊഴുപ്പ് കയറി അറുത്ത് കഴിഞ്ഞാൽ സ്ട്രോക്ക് എന്ന അവസ്ഥയിൽ റിസ്ക് കൂടുന്നു.